86-ാം ജന്മദിനമാഘോഷിക്കുന്ന ഈ വേളയിൽ വഴിയമ്പലം ബിലാൽ ജുമാ മസ്ജിദ് ആൻഡ് നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യമായി പടച്ചവനോട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രവാചക പ്രകീർത്തനങ്ങളെക്കുറിച്ചും പ്രവാചക ചരിത്രങ്ങളെക്കുറിച്ചും നമ്മുടെ കൊച്ചു അനുജന്മാരും ഇന്ന് ഇവിടെ ആമുഖ പ്രസംഗം നടത്തിയ ഉസ്താദും വളരെ സുദീർഘമായി തന്നെ നമ്മളോട് പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. സമകാലികമായ പ്രശസ്തമായ അല്ലെങ്കിൽ പ്രസക്തിയുള്ള ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ മാത്രമാണ് ഞാനിന്നിവിടെ എണീറ്റ് നിന്നത്. ഘനഗംഭീരമായ പ്രസംഗങ്ങൾ കേട്ട് ഇരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഒരു പ്രാസംഗികന്റെ പ്രസംഗ കല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്നിരുന്നാലും നമ്മുടെ ഇസ്ലാമിക യുവാക്കൾ അല്ലെങ്കിൽ യുവത്വത്തിനിടയിൽ സോഷ്യൽ നെറ്റ്വർക്ക് ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് മാത്രം 2 വാക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. എന്താണ് സോഷ്യൽ നെറ്റ്വർക്ക്? ഫേസ്ബുക്ക്, ഓർക്കുട്ട് മുതലായ വളരെ ഇന്ന് സജീവമായി തന്നെ നമ്മളുടെ യുവാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ യുവത്വത്തിൻ്റെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു മാധ്യമം. എന്താണ് ഈ മാധ്യമത്തിനെ കുറിച്ചുള്ള ദോഷഫലങ്ങൾ? ആദ്യമൊക്കെ മൊബൈൽ ആയിരുന്നു നമ്മളിടയിൽ പ്രശ്നക്കാരനായിരുന്നെങ്കിൽ അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് 24 മണിക്കൂറും സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ അടിമപ്പെട്ട് കഴിയുന്ന ഒരു യുവസമൂഹമല്ലേ നമ്മളുടെ മുന്നിൽ ഇന്ന് കാണപ്പെടുന്നത്. അതിന് വഴിയൊരുക്കി കൊടുക്കുന്നതും നാം തന്നെയല്ലേ എന്ന് നമ്മുടെ ഉമ്മമാർ, സഹോദരന്മാർ ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ഒരു കമ്പ്യൂട്ടറോ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു മൊബൈൽ പോലോ ഇല്ലാത്ത ഒരു കുടുംബം പോലും നമ്മളുടെ ഇടയിലില്ല. വിജ്ഞാനത്തിന് വേണ്ടി നാം കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അവർക്ക് അതിൻ്റെ പരമാവധി സ്വാതന്ത്ര്യത്തിലേക്ക് വിടുമ്പോൾ അവരെന്താണ് അതിൽ ചെയ്യുന്നത് എന്ന് നാം ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഒരു ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ ഒരു ലേബൽ പോലുമോ ഇല്ലാത്ത ഫേസ്ബുക്കിലെ ഒരു ജസ്റ്റ് ഒരു ഫേക്ക് ഐഡിയിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ യുവതലമുറ വഴിതെറ്റുകയാണ്. എന്താണ് ഇതിനൊരു പ്രതിവിധി നാം കാണുന്നത്? ഇതിനെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ആബിദിനേക്കാൾ മുൻപന്തിയിൽ ആലിമാണ്. ശരിയാണ്, നമ്മൾ ആ ഇൽമിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യണം. പ്രവാചകൻ പറഞ്ഞില്ലേ, ഇൽമ് തേടി ചൈനയിലേക്ക് പോകേണ്ടി വന്നാലും നാം പോകണം. ഇതിനൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടറും മറ്റുള്ള സാധനങ്ങളും നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതവർ വിജ്ഞാനത്തിന് വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ മറ്റുള്ള മിസ്യൂസ് അവർ ചെയ്യുന്നുണ്ടോ എന്ന് ഒരു മാത്ര എങ്കിലും നമ്മൾ ചിന്തിക്കുക. ഈ ഇസ്ലാമികമല്ലാത്ത മറ്റു ഇതര ബന്ധങ്ങളുടെ ഒരു മുഖ്യ കണ്ണി ഇന്ന് ഇന്റർനെറ്റ് തന്നെയാണ്. അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ തലമുറയുടെ ദോഷവും. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞാൽ ഇവൻ എന്താണ് ഈ പറയുന്നത്? ഈ കമ്പ്യൂട്ടറും നെറ്റും മൊബൈലും ഒന്നും ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ചോ ഇവൻ പറയുന്നത്? നാം തികച്ചും ഒരു യാഥാസ്ഥികരെന്ന് വിളിച്ച് തള്ളുകയാണ് നമ്മുടെ സമൂഹത്തെ, ഇതിനെ എതിർക്കുന്ന ഒരു സമൂഹത്തെ. അതിൽ നിന്ന് ഒരു മോചനം, അത് എന്താണ് നിങ്ങൾ അതിൽ വേണ്ടത് എന്ന് അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും അതിൽ ഒരു ശ്രദ്ധ പുലർത്തുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരം ഞാൻ ഉപയോഗിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.